ചേച്ചി അവിടെ 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 സൂസ അവിടെ ഒന്നുമില്ല അമ്മച്ചിട്ട് സമയം കളയാൻ ഉണ്ട് ചേച്ചി. എഴുതുന്നുണ്ട് ഇവിടെ. സൂസേ ഇവിടെ എന്ത് ചടങ്ങ് നടക്കണ്ടല്ലോ. എന്ത് ഇവിടെ ആനയും അമ്പാരിയും ആൾക്കാരൊക്കെ കളിയാക്കല്ലേ ചേച്ചി? ആനയുടെ കാര്യം പറഞ്ഞപ്പോഴേ ഓർത്തെ നമ്മുടെ ഭാസ്കരന്റെ കാര്യം പറഞ്ഞോ? എന്ത്? ഭാസ്കരനല്ലേ ഇന്നലെ പ്രാഞ്ചേട്ടൻ വന്നപ്പോഴാ പറഞ്ഞേ അവനിപ്പോ ബാഹുബലിയുടെ പ്രേതം കൂടി നടക്കുക. ബാഹുബലിയുടെ പ്രേതം? അവൻ ബാഹുബലി സിനിമ കണ്ടിപ്പോ ഞാൻ ബാഹുബലി എന്നും പറഞ്ഞല്ലേ അവന്റെ നടപ്പ്. ദൈവം എന്നിട്ടെന്താ അരിച്ചാക്കൊക്കെ ഇപ്പൊ കയ്യിലെടുത്തിട്ടേ ശിവലിംഗം ഇങ്ങനെ കയ്യിലെടുത്തോണ്ട് കിടക്കില്ലേ, അതാന്നും പറഞ്ഞോണ്ടാ ഇപ്പൊ നടക്കും. ലോറി കയറ്റാൻ പറഞ്ഞ കേട്ടില്ലേ ചേച്ചി? ദൈവം ആദ്യം തമാശക്കാണെന്ന് എല്ലാരും കരുതിയത്, പക്ഷെ അതല്ലേ ചേച്ചി സംഭവം സീരിയസാ. അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാവണ ഒരു പ്രശ്നങ്ങളെ. എന്നിട്ട് ചാക്ക് എന്ത് ചെയ്തടി? ആര് പറഞ്ഞാലും ചാക്ക് നിലത്തിടില്ല. അവസാനം ബ്രാഞ്ചേട്ടൻ വന്നിട്ട് പറഞ്ഞ് ഞാൻ രാജമൗലിയാണ് നിലത്തിടാന്ന് പറഞ്ഞു ചാക്ക്. അതിന്റെ കൂടെ ഒരു കട്ടും. അങ്ങനെയാ ചാക്ക് നിലത്തിട്ടത്. എന്നിട്ട് ഇപ്പൊ എന്താ അവസ്ഥ? എന്താ അവസ്ഥ? ഭാസ്കരൻ ഞാൻ പറഞ്ഞു വിട്ട് തൽക്കാലത്തേക്കിന്. പിന്നെ ഒരു ബംഗാളിയാ നിക്കുന്നേ. അയ്യോ എന്തിനടി പറഞ്ഞു വിട്ടത് പാവം. ബിജാലാദേവനാണെന്നും പറഞ്ഞോണ്ടേ നമ്മുടെ അപ്പന്റെ ഫോട്ടോ തല്ലിപ്പൊളിക്കാൻ നോക്കി കഴിഞ്ഞാ പിന്നെ എന്താ ചെയ്യാ? പിന്നെ ആന പുറത്തിരിക്കണ പോലെ അരിച്ചാക്കിന്റെ പുറത്തിരിക്കണേ. എന്നിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ, കുരുവേട്ടൊന്നോട്ട് പറഞ്ഞു. അത് പിന്നെ അതേ ചേച്ചി ഇവിടെ നോക്ക്. പ്രാഞ്ചേട്ടനെ ചേച്ചി പറഞ്ഞത് അധികം ഫ്ലാഷ് ആക്കണ്ട, നാണക്കേടല്ലേ. എന്ത് നാണക്കേട്? വീട്ടുകാരോട് പറഞ്ഞതിന് എന്താ നാണക്കേട്? അത് വേറൊന്നുമല്ലേ ചേച്ചി, ഇന്നലെ പ്രാഞ്ചേട്ടൻ വന്നപ്പോ ഒരുപാട് നേരം വൈകിയില്ലേ, അപ്പോഴത്തേക്കിനും നിങ്ങൾ രണ്ടുപേരും കയറി കിടന്ന് ഉറങ്ങുകയും ചെയ്തു. പിന്നെ റൂമിൽ കയറിയ പിന്നെ തുറക്കാൻ പറ്റില്ലല്ലോ. അതല്ല, പിന്നെ രാവിലെ ബ്രാഞ്ചേട്ടൻ അങ്ങ് പോവുകയും ചെയ്തില്ലേ, പിന്നെ എപ്പോഴാ സമയം കിട്ടിയേ? എന്നാ അതൊക്കെ പോട്ടെ. എന്നിട്ട് ഇപ്പൊ എന്താ അവസ്ഥ? എന്തായിട്ടുണ്ടാവോ? മഹേന്ദ്ര ബാഹുബലി മഹേന്ദ്ര ബാഹുബലി. രാജമാത ഞാൻ വന്നു. രാജമാത ശിവകാമി ദേവി കാനകേയനെ വധിച്ചിട്ടാണ് നാം ഇവിടെ വന്നിരിക്കുന്നത്. വിജനദേവനും അമരോദയും നമ്മെ ഭയന്ന് നാട് വിട്ടു കഴിഞ്ഞു. ഈ മകിഴ്മതി സാമ്രാജ്യത്തെ മാതാവിന്റെ ചൊൽപ്പടിക്ക് നിർത്തുവാൻ അമ്മേ മഹേന്ദ്ര ബാഹുബലി എന്ന് എന്നെ നീട്ടി വിളിക്കൂ. ഭാസ്കരനല്ല, മഹേന്ദ്ര ബാഹുബലി. അല്ലയോ ദേവസേന, പുഷ്കല രാജ്യത്തെ പ്രജാതൽപരനായ കൃഷ്ണസിംഹന്റെ പേരക്കിടാവായ നിന്റെ മുഖത്തിന് ഈ വളിഞ്ഞ ശരി ഒട്ടും യോജിക്കുന്നില്ല. മോളെ നീ ദേവസേനയടി സൂക്ഷിച്ചോ. ദേവസേന, അമ്പും വില്ലും കളിക്കാനായി നീ വരുന്നില്ലേ? പിന്നെ നീ താളത്തിൽ ചുവടുവെച്ച് 3 അമ്പുകൾ ഒരേ സമയം നമുക്ക് തൊടുത്തു വിടേണ്ടതുണ്ട്. പാവല്ലേ. പിന്നെ പോവും. അനുസരിച്ച് നമ്മളിനി എന്താ ചെയ്യാ? നീ ഒന്ന് കട്ട് പറഞ്ഞു നോക്ക്. കട്ടപ്പ എവിടെ? ബിജാലദേവൻ ഈ ചുമരിലും കയറി സ്ഥാനം പിടിച്ചോ? അരുത്, നിന്റെ ആയുധം താഴെ വെച്ചാലും. അമ്മേ രാജമാത, അവിടുത്തെ ഞാൻ അനുസരിക്കുന്നു. എഴുന്നേൽക്കൂ. ബാഹു, നീ ഇപ്പോൾ എന്തിനാണ് പ്രാഞ്ചിയുടെ കടയിൽ നിന്നും ഇവിടേക്ക് വന്നത്? അവിടെ കാലകേയൻ വന്നു രാജമാത. ഞാൻ അവനെ നിഷ്കരണം കൊന്നു. കൊന്നോ? എന്നിട്ട് ആ തിരുശരീരം നീ എന്ത് ചെയ്തു? ബാഹുബലി തിരുശരീരമല്ല, ശവശരീരം. രാജമാതയ്ക്ക് എന്ത് പറഞ്ഞിട്ടായിരിക്കും? പറയൂ, എന്ത് ചെയ്തു? അത് നംഗപർവ്വത സാനുക്കളിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ചു. എനിക്കിനി അശ്വമേധം നടത്തണം. അല്ല, അതിന് GS പ്രതിഭ ആ പരിപാടി നേരത്തെ നിർത്തിപ്പോയില്ലേ? അതല്ല ബാഹു, നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. ഉടനെ പോയി അശ്വമേധം ചെയ്ത് വിജയിച്ചു വരൂ. പ്രാഞ്ചിയും കുരുവേട്ടനും ഉള്ളപ്പോൾ മാത്രം ഇവിടേക്ക് തിരിച്ചു വരൂ. ദേവസേന,
നീ എന്റെ കൂടെ വരുന്നില്ലേ? അയ്യോ ഇപ്പൊ വന്നു കഴിഞ്ഞാലേ ജംബുലിംഗം വഴക്ക് പറയും. അതാരാ? ആ നാം 2-3 പനകൾ കണ്ടുവച്ചിട്ടുണ്ട്. നമുക്ക് അതിനു മുകളിലൂടെ അതിർത്തി കിടക്കാം. തൽക്കാലം തനിയെ പോയി വരൂ. അമ്മേ, എന്നെ ഒന്ന് ഉറക്കെ വിളിക്കൂ. മഹേന്ദ്ര ബാഹുബലി! എങ്ങനെ വേണടി രാജകീയ പ്രാന്ത് നോക്കുവച്ചേ. നമ്മുടെ കടയിൽ അരിച്ചക്കൊക്കെ കീറിപ്പറിച്ച് അവനെ ഉടുപ്പുണ്ടാക്കിയേക്കണ. ഒരു സിനിമ കണ്ട മനുഷ്യൻ ഇങ്ങനെയൊക്കെ ആവോ ഗുരുവേട്ടാ? പിന്നല്ലാതെ. ചാർലി സിനിമ കണ്ടിട്ട് അതിൽ നായികനെ അനുകരിച്ചിട്ട് വീട് വിട്ടിറങ്ങിയ 19 വയസ്സായ 2 പെൺകുട്ടികളെ പോലീസ് പിടിച്ചത് നിങ്ങൾ പത്രത്തിൽ വായിച്ചില്ലേ? പണ്ട് സൂര്യപുത്രി ഇറങ്ങിയ സമയത്ത് എന്തായിരുന്നു പുകല്? ആ, സിനിമകളുടെ ഭാഗങ്ങൾ അനുകരിച്ചിട്ട് കവർച്ച നടത്തിയ എത്ര കേസുകളാടി നമ്മൾ പത്രത്തിൽ വായിച്ചത്. ചില കഥാപാത്രങ്ങൾ അങ്ങനെയാ, തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാ പിന്നെ എന്താ ചെയ്യാ? അല്ല, ഭാസ്കരൻ മഹേന്ദ്ര ബാഹുബലിയാണോ അതോ അമരേന്ദ്ര ബാഹുബലിയാണോ? ഏത് ബാഹുബലിയാന്നറിയില്ല, പക്ഷെ ബാഹുബലിയാന്ന് പറഞ്ഞാ നടപ്പ്. ഭാസ്കരനാണ് അങ്ങനെ നടക്കണമെങ്കിൽ അവൻ ബാഹുബലി അല്ല, ബാസ്കുബലിയാവും. കുരുവേട്ടാ, ഇന്നേ ആ വറുതുവേട്ട എന്തോ പ്രശ്നം ഉണ്ടാക്കിയത്രേ. എന്ത് പ്രശ്നം? എന്താന്ന് എനിക്കറിയില്ല. പ്രാഞ്ചിയുടെ കടയിന്ന് ബാഹുബലി റിലീസായെന്ന് ഫസ്റ്റ് ഷോ കാണാൻ വേണ്ടിട്ടാണ് മുങ്ങിയതാണ്. പിന്നെ ഇതുവരെ അവൻ തിരിച്ചു വന്നിട്ടില്ല. അവനിപ്പോ എവിടെയാ? അന്വേഷിച്ചു നോക്കിയപ്പോ ബാഹുബലി കളിക്കുന്ന തൃശ്ശൂരിലെ എല്ലാ തിയേറ്ററിലും ഓരോ ഷോയ്ക്ക് കയറി ഇറങ്ങണ്ടെന്നാ കേട്ടത്. പ്രാഞ്ചിയേട്ടനെ അന്വേഷിച്ചു വന്നപ്പോ എന്താ കണ്ടേന്നറിയോ? ഒരു ചാക്ക് കീറി പടച്ചട്ട പോലെ അണിഞ്ഞ് കയ്യിലൊരു ചൂലുമായിട്ട് നിക്കുക. ഇന്നും കാലകയ രാജാവ് വരും അത്ര, അയാളെ കൊല്ലാനാണെന്ന്. കാലകയ രാജാവ് ബാഹുബലിയിലെ അയാള് വന്ന കൊല്ലാൻ തയ്യാറായിട്ട് നിൽക്കാവനിപ്പോ. ഒരു വട്ടം കൊന്നതാ, പിന്നെയും കൊല്ലണോന്ന്. കർത്താവേ, ഇവന്റെ എന്തു ഭാവിച്ച? ദൈവത്തിനറിയാം. ഞങ്ങള് വിചാരിച്ച തമാശക്കാന്ന് കേട്ടാ. നോക്കിപ്പോ സംസാരിക്കണ മുഴുവൻ രാജഭാഷയില്. രാജഭാഷ? അതെന്തുട്ടാ രാജകീയ ഭാഷ? ആന്നേ, ഈ രാജാക്കന്മാരൊക്കെ സംസാരിക്കുന്ന ഒരു ഭാഷയില്ല ഗുരുവേട്ടാ. അത് ആലീസേച്ചി ഇപ്പൊ എന്താ വിളിക്കുന്നതെന്ന് അറിയാവോ? രാജമാതാവെന്ന്. ഇവളുടെ ആരാ രാജാവ്? ദൈവം തമ്പുരാൻ അറിയാം ഗുരുവേട്ടാ. രാജമാതാവ് ശിവകാമി ദേവിയാ ഞാൻ. അപ്പൊ ഇവളോ? അവള് ദേവസേന. നന്നായി. അതെ, പ്രാഞ്ചി അറിയണ്ട. അറിഞ്ഞു, ഞാൻ പറഞ്ഞു ഗുരുവേട്ടാ. അതുകൊണ്ടല്ലേ അവനെ കൊണ്ട് അപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. കാറി കയറാൻ ഭയങ്കര മടിയായിരുന്നു. പ്രാഞ്ചി പറഞ്ഞ ആനപ്പുറത്തോട്ട് കേറടാന്ന് പറഞ്ഞപ്പോഴത്തേന് ചാടി ഒറ്റ കയറ്റായിരുന്നു. പ്രാഞ്ചിയുടെ മനസ്സിൽ ഇപ്പൊ എന്താ ഉണ്ടാവുകയെന്നറിയോ? ഭാസ്കറിന്റെ മനസ്സിൽ ഇവിടെ ദേവസേനയാണെന്നുള്ള തോന്നലുണ്ടാവരുതേന്ന്. ഞാനും തലക്ഷട്ട്, ഞാൻ രാജമാതാവാണ്. എന്നാ രാജമാതാവ് പോയി എനിക്കൊരു ചായ എടുത്താലും? മഹേന്ദ്ര ബാഹുബലി! അലിസേ, കർത്താവ് വിളിക്കും തുടങ്ങി പറ്റി. എന്താല്ലേ പറയാൻ പറ്റില്ലേ, പെണ്ണുങ്ങളാ, ലോല ഹൃദയരാ. ഭാസ്കരൻ അത് പറ്റിയെങ്കിൽ നിങ്ങൾക്കും പറ്റും. ആളതാ. അല്ല, അതിപ്പോ നമ്മളിപ്പോ ഈ പറഞ്ഞ കാർഡ് എങ്ങനെ അടിച്ചാ അതെടുത്ത് ഒരു വലി കൊണ്ട് വലിച്ചിട്ടുണ്ടെങ്കിൽ കാശ് കൊണ്ട് വരണ വഴി അറിയില്ല. ചേട്ടാ, നിങ്ങളൊന്നും ഇങ്ങോട്ട് വരി. എന്തേ? അതെ, നിങ്ങളെ കാണാൻ വേണ്ടി നിങ്ങളെ വീട്ടിലേക്ക് വരികേനി. ഞാനാ പറഞ്ഞ പെടണ്ടെന്ന്. പ്രാഞ്ചേട്ടാ, എന്റെ ഭാസ്കരേട്ടൻ ജോലിക്ക് തിരിച്ചെടുക്കണം. വേണമെങ്കിൽ കാശ് ഞാൻ അങ്ങോട്ട് തരാം. അതിപ്പോ അവന്റെ ദേഹത്തുനിന്ന് ആ ബാഹുബലി ഒന്ന് അങ്ങോട്ട് ഇറങ്ങിക്കോട്ടെ, എന്നിട്ട് അവനെ ഞാൻ കടയിലെടുക്കാം. അതുവരെ കടയിൽ വന്നിട്ട് എന്തുട്ടാ കാര്യം? അരിഞ്ചാക്ക് ശിവരംഗ ഏട്ടനമാരെ തോളത്തേറ്റി നടക്കണേ. ലീല പറയണത് എന്താണെന്നറിയോ? ഓനെ വീട്ടിൽ നിന്നെങ്കിലും എങ്ങോട്ടെങ്കിലും ഒന്ന് പറഞ്ഞയക്കണം. അത് ശരി, പിന്നെ ഉപദ്രവം തുടങ്ങിയ കൊട്ടാരം നർത്തകികൾ എവിടെയെന്ന് ചോദിച്ചിട്ട് വാളല്ലേ ഇതിന്റെ നടുപ്പുറത്ത് വീശണത്. വാളോ? അതായത് ഈ കവുങ്ങിന്റെ പട്ടോണ്ട് വാളിങ്ങനെ വരച്ചുണ്ടാക്കിട്ട് അതുകൊണ്ട് ഇങ്ങനെ വീശ അയാൾക്ക് ദേവസേന മതിന്ന്. പ്രാഞ്ചേട്ടാ, ഈ ദേവസാല ആരാധറിയോ? നിങ്ങളെ പെണ്ണുകൾ സൂചിച്ചു. അവനെ കൊല്ലു ഞാൻ അവനെ. പൽവാൽ ദേവനാന്ന് പറഞ്ഞ ആ വറുതുവിന്റെ മൂക്കിടിച്ച് പരത്തിയിട്ട് അതിനുള്ള ആശുപത്രി ചെലവ് ഞാനാ കൊടുത്തേ. ഇവനിത് എന്തിന്റെ ഭ്രാന്താ പ്രാഞ്ചേട്ടാ? ഈ ബാഹുബലിന്റെ ഓളൊക്കെ കെട്ടടങ്ങില്ലേ, അപ്പോഴാണ് ഓനീ ഭ്രാന്ത്. അതെ,
റിലീസായ അന്ന് മുതൽ തന്നെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിപ്പോ കുറച്ച് ദിവസം കഴിയുമ്പോ അതങ്ങോട്ട് മാറിക്കോളുന്ന ഞാനും വിചാരിച്ചു. ഇത് കൂടി കൂടി വരിക. രാത്രി സമാധാനായിട്ടൊന്നും ഉറങ്ങാൻ പറ്റണില്ല. ചുറ്റുമുള്ള ചുമരൊക്കെ കോട്ടയാന്ന് പറഞ്ഞ് വലിഞ്ഞങ്ങ് കേറുമല്ലേ. അത് പിന്നെ ചുമരമ്പും ജനലുമൊക്കെ കയറിക്കോട്ടെ. നിങ്ങൾ എന്തെത്താന്ന് പറയണേ? ഓൻ ചുമരുമ്പോ നടന്നു വീണ പെൺകുട്ടിന്റെ നടുപ്പുറത്തേക്കല്ലേ വീഴുക? നരബലിയാവൂലേത്? 2-3 ഡോക്ടറെ കാണിക്കണു. മരുന്ന് കഴിക്കല്ലേ ഇപ്പൊ? അല്ല, നിങ്ങൾക്ക് വല്ല ഭ്രാന്തമാർ ആശുപത്രിയിലും കാണിച്ചുവിടുന്നു. അല്ലാതെ പിന്നെ ഞാൻ ശ്വാസം മുട്ടിന്റെ ഡോക്ടറെ കാണിച്ചുള്ളത്. ഭ്രാന്തിന് ചികിത്സിക്കുന്ന ഡോക്ടറെ തന്നെ കാണിച്ചത്. നീ കരയാൻ വേണ്ടി പറഞ്ഞല്ല. ഞാൻ പല ജാതി ഭ്രാന്തി ഞാൻ കണ്ടിട്ടുണ്ട്. ഇതാദ്യമായിട്ടാ. പ്രാഞ്ചേട്ട, ഞാനൊരു കാര്യം പറയാം. 1000 കോടിയും 2000 കോടിയൊക്കെയാണ് ഈ ബാഹുബലിന്റെ സിനിമയ്ക്ക് കിട്ടിയേ. നിങ്ങൾ അതിന്റെ സംവിധായകനെ വിളിച്ചിട്ട് സഹായിക്കാൻ പറയും. എങ്ങനെ ഉണ്ടാവും? നിന്റെ കയ്യിൽ നിന്നിട്ട് ലോട്ടറി അടിച്ച് സമ്മാനം കിട്ടിയ കാശല്ല അത്. അസലൊരു സിനിമ പിടിച്ചിട്ടാ. അവന് ഭ്രാന്തായത് അത് സിനിമയാണെന്ന് തിരിച്ചറിയാത്തോണ്ടാ. സ്വന്തം ദേഹത്തേക്ക് എടുക്കുന്ന കാര്യമാണെങ്കിൽ അതിപ്പോ രാഷ്ട്രീയം ആയിക്കോട്ടെ, മതപരമായ കാര്യം ആയിക്കോട്ടെ, ഇനിയിപ്പോ കല ആയിക്കോട്ടെ, അങ്ങടെ മാറ്റി വെക്കണം. വല്ലാണ്ട് അടുപ്പിക്കരുത്. മനസ്സിനെ മയക്കണ കറപ്പാതൊക്കെ. അല്ലെന്ന് ഇവളിഞ്ഞ എന്താ ചെയ്യണ്ട? അത് പറയുങ്ങള്. ലീലയ്ക്ക് സ്വന്തമായിട്ട് കുടുംബക്കാരൊക്കെ ഇല്ലേ? എന്നാ 2 ദിവസം കുടുംബത്തിൽ പോയി നിൽക്കാല്ല. ഇപ്പം എന്തുട്ട് ചെയ്യാ? ഞാൻ അവനെ വേറെ വല്ല ഡോക്ടറൊന്നും കാണിക്കാൻ പറ്റുമോ നോക്കട്ടെ. എന്നാ ലീല പൊയ്ക്കട്ടാ. പ്രാഞ്ചേട്ടൻ വേണ്ടേ ചെയ്തോളൂ. പൊയ്ക്കെന്നാ. കാശ് എന്തെങ്കിലും വേണോ? വേണ്ട പ്രാഞ്ചേട്ടാ. ഉണ്ടായിട്ടല്ല. പ്രാഞ്ചേട്ടാ, എന്താ പെൺകുട്ടിന്റെ സ്ഥിതി? എന്തെന്നാ ഇപ്പൊ ഇതിനൊക്കെ പറയാ? സൂസേ, എന്താ ഗുരുവേട്ടാ? നേരെ ഒരു പടായല്ലോ. പ്രാഞ്ചിനെ ഇനി കാണാനല്ലോ. ആ ഭാസ്കരൻ ഇല്ലാത്തതുകൊണ്ടേ തൽക്കാലം കടലൊരു ബംഗാളിയല്ലേ നിർത്തിയിരിക്കണേ. അയാളോട് ഹിന്ദി സംസാരിച്ച് തളർന്നിരിക്കത്രേ. വരാൻ ഇത്തിരി വൈകിയോന്ന് വിളിച്ചു പറഞ്ഞു. മലയാളം അറിയണ എത്ര ബംഗാളികളുണ്ട്. അവറ്റന്നെ വല്ലവരും വിളിച്ചു നിർത്തിയാ പോരെ? ഈ പരിചയമില്ലാത്ത ഭാഷയും പറഞ്ഞ് അവിടെയും ഇവിടെയും വിലങ്ങിയ എന്താവും സ്ഥിതി? കുരുവേട്ടാ, ഭാസ്കരന്റെ കാര്യം അറിഞ്ഞോ? അറിഞ്ഞു. പ്രാഞ്ചി അവനെ ഏതോ ഡോക്ടറെ അടുത്ത് കൊണ്ടായിരുന്നോ, എന്തൊക്കെ മരുന്ന് കൊടുത്തു ഇപ്പൊ കുറവുണ്ടെന്നാ കേട്ട്. കുന്താണ്. ഇപ്പൊ സൂക്കേട് കൂടി. ആരാ പറഞ്ഞു? നമ്മുടെ സുലൈമാൻ വിളിച്ചു പറഞ്ഞായിരുന്നു. എന്തേ എന്താണ് കാര്യം പറയാൻ അവൻ ആരും കൊല്ലാനും പിടിക്കാനൊന്നും പോളില്ല. നീ കാര്യം എന്താന്ന് വെച്ചാ പറ. ഞാൻ ആരാന്നറിയോ? നീ വാർന്നു അല്ല, പിന്നെ പൽവാൾ ദേവൻ. അത്രേ പൽവാൾ ദേവൻ. ആ ഭാസ്കരൻ ഷവിയുടെ കൊട്ടാരം രാജസിംഹാസനൊക്കെ ഞാൻ കട്ടെടുത്തു എന്നാ പറയണേ. ആ പിശാച് എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്നെ അമ്പെയ്ത് കൊല്ലും. എടാ, ആ അമ്പും പില്ലൊക്കെ അവൻ ഉണ്ടാക്കിയത്. അതുകൊണ്ടതൊന്നും ഒന്നും പറ്റില്ല. സൂസേജിക്ക് അങ്ങനെയൊക്കെ പറയാം. ഇതെന്ന് നോക്കിയേ, ചെറുപ്പത്തിൽ ഒരു അമ്പ് കൊണ്ട് എന്റെ പാട അവിടെ കണ്ടില്ലേ? കുരുവേട്ടനറിയോ? ആ തെണ്ടിയുടെ കയ്യിലും വേറെ ആയുധങ്ങളുണ്ട്. അല്ല, ഇവള് രാജമാത, ഇവള് ദേവസേന, നീ പൽവാൽ ദേവൻ. അപ്പൊ ഈ കട്ടപ്പാരാ? ആർക്കറിയാം? ചതിപ്രാന്ത്. അല്ലാണ്ട് ഇപ്പൊ എന്താ പറയാ? ആ രാജമൗലിന് ഇപ്പൊ എന്റെ കൈ കിട്ടിയാണല്ലോ. അയാൾ എന്ത് ചെയ്തു? ആൾക്ക് വേറെ എന്തോരം കഥകൾ ഉണ്ടാക്കായിരുന്നു. കാക്കയ്ക്കും പൂച്ചയ്ക്കും കല്യാണം, പൂച്ചയ്ക്ക് ആരും മണി കെട്ടും. അല്ലെങ്കിൽ വേണ്ട, ഓടരുത് അമ്മാവ, ആളറിയാം. അതുപോലുള്ള നല്ല ലളിത സുന്ദരായിട്ടുള്ള കഥകൾ എടുത്താ പോരെ. ഇത് ബാഹുബലി, വെല്ലാല ദേവൻ. നിങ്ങൾക്കറിയോ, ഒറ്റയ്ക്ക് നടക്കാൻ നേരില്ലാത്തവനെ ഞാൻ. എന്റെ പിന്നാലെ പുലിവാൽദേവൻ അല്ല, അവ പിന്നിലുണ്ടായിരുന്നു പറഞ്ഞിട്ട് അവിടെ ഒരു കരിമ്പന നിക്കണില്ലേ? അവിടെ വരെ ഓടിച്ചു. അവിടെ നിങ്ങടെ ഞാൻ ഓടിക്കേറിയ. കരിമ്പനയാണോ? ആ, കരിമ്പനയാണെങ്കി ഇപ്പൊ വരില്ല, പേടിക്കണ്ട. അവൻ കരിമ്പനെ വളയ്ക്കാൻ വേണ്ടി കേറിയിട്ടുണ്ട്. നിങ്ങളാണല്ലേ ദേവസേന? ഭാസ്കരൻ സംശയിച്ചതിൽ തെറ്റില്ല. ആലിസേച്ചി, ആലിസേച്ചി ഒന്നിങ്ങോട്ട് വന്നേ. എന്താടി ഒന്നിങ്ങോട്ട് വന്നേ ചേച്ചി. ആരത്? രാജമാതാ ശിവകാമി ദേവി. കറക്റ്റ്. നിങ്ങൾ ആരാ? ഞാനൊരു വഴിപോക്കൻ.
അതായത് വഴിതെറ്റിപ്പോകുന്ന മനസ്സുകളെ കൂടെ പോയി തിരിച്ചു കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നവൻ. ഓ, പ്രാഞ്ചിയേട്ടൻ പറഞ്ഞ ഡോക്ടർ റോയ്. യെസ്, കറക്റ്റ്. പ്രാഞ്ചി വന്ന് പറഞ്ഞപ്പോൾ തന്നെ ഈ വിഷയം ഒരു ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ് ആയി എനിക്ക് ഫീൽ ചെയ്തു. പ്രാഞ്ചീനെ എങ്ങനെ അറിയാം ഡോക്ടർക്ക്? അതൊരു പ്രണയബന്ധത്തിന്റെ കഥയാണ്. പ്രണയബന്ധോ? മനസ്സിലായില്ല. അനിയത്തിപ്രാവ് സിനിമ കാണാൻ വന്ന ഒരു വെള്ളരിപ്രാവിനെ എൻ്റെ ഹൃദയമാകുന്ന സ്വർണ്ണക്കൂട്ടിലിട്ട് വളർത്താനുള്ള അവസരം ഒരുക്കി തന്നത് എൻ്റെ പ്രാഞ്ചിയാണ്. ഈ വെള്ളരിപ്രാവ് പ്രാഞ്ചിയുടെ ആരായിരുന്നു? ഛേ, പ്രാഞ്ചി വെറും ഒരു ഇടനിലക്കാരൻ മാത്രം. പക്ഷെ പ്രാഞ്ചിക്ക് പരിചയമുണ്ടായിരുന്നു വെള്ളരിപ്രാവിന്റെ അപ്പനെ. അല്ല, അപ്പൊ ഈ വെള്ളരിപ്രാവ് ഇപ്പൊ എവിടെയുള്ള? ചിലയിടങ്ങളിലെ തൂവലുകൾ അടർന്ന് അല്പം കൂടി ദുർമേധസ് വെച്ച് എൻ്റെ മക്കളുടെ അമ്മയായി പുറത്തിറങ്ങാതെ TV സീരിയൽ കണ്ടിരിക്കുന്നു. കള്ളിയാണവൾ, മഹാകള്ളി. കൊള്ളാം. അതെ സാറേ, ഈ ഭാസ്കറിന്റെ കാര്യം എന്തായി? ഭാസ്കരന്റെ ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കാൻ എനിക്ക് ഒരുപാട് ദൂരം പുറകിലേക്ക് സൈക്കിൾ ചവിട്ടി പോകേണ്ടി വന്നു. ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ ഒരു ഭ്രാന്തനെ പോലെ. ഞാൻ ഈ ഡയലോഗ് എവിടെയോ കേട്ടിട്ടുണ്ട്. അത് സാരമില്ല, മലയാള ഭാഷയല്ലേ, ആർക്കും മിസ്യൂസ് ചെയ്യാമല്ലോ. എന്നിട്ടിപ്പോ എന്തോരം ചവിട്ടി പുറകിലോട്ട് എവിടം വരെ എത്തി? ചെന്നെത്തിയത് പൂമ്പാറ്റ അമർ ചിത്രകഥയിലേക്കാണ്. അവിടെ ഒരു ബാഹുബലി ഉണ്ടായിരുന്നു. കൊന്നു തള്ളുന്നവരെല്ലാം വിരലുകൾ മാലയാക്കി അണിയുന്ന ഒരാൾ. അത് അങ്കുലിമാലയല്ലേ? അത് ഞാൻ വായിച്ചിട്ടുണ്ട്. അത് ബാഹുബലിയല്ല. അപ്പോൾ ഞാൻ കേട്ടത് ശരിയാണ്. ഭാസ്കറിന് അമ്മയായി തോന്നിയത് ആലീസിനെ ആയതിന്റെ കാരണം തിരക്കിയാണ് ഞാൻ ഇവിടെ വന്നത്. അതിനുള്ള ഉത്തരം എനിക്ക് കിട്ടി. എന്താ കാരണം? പരഹൃദയജ്ഞാനം. ഭാസ്കറിന്റെ മാനസിക നിലകളിൽ നിമ്നോന്നത തലങ്ങളിൽ വെച്ച് ഒരു ദുഃഖമുണ്ടായി. എന്ത് ദുഃഖം? എവിടെയും താൻ എത്തിയിട്ടില്ലെന്നൊരു ചിന്ത. എങ്ങനെയെങ്കിലും ഒരു ഹീറോ ആയി ഈ നാട്ടുകാരെ മുഴുവൻ ഞെട്ടിക്കണമെന്ന ഒരു തോന്നൽ. ഒരു തരം ബാഹുബലി സിൻഡ്രോം. ആ അവസരത്തിലാണ് ബാഹുബലി ഒരു നിമിത്തമായി അവതരിച്ചത്. അപ്പൊ ഇനി അവര് സൂക്കേട്ടിനി മാറൂലേ ഡോക്ടറെ? ആരും നടക്കാത്ത വഴികളിലൂടെ ഒരു ഭ്രാന്തനെ പോലെ. സോറിട്ടാ, ഈ ഡയലോഗ് ഞാൻ വീണ്ടും പറയാൻ വന്നത്. ഈ സമയത്ത് എനിക്ക് വേറെ ഡയലോഗില്ല. സത്യം, ഞാൻ സഞ്ചരിക്കുന്നു. ഏതു നിമിഷവും എന്തും സംഭവിക്കാം. ചിലപ്പോൾ ഭാസ്കരൻ എന്നേക്കുമായി നഷ്ടപ്പെട്ട് ബാഹുബലി വരാം. അല്ലെങ്കിൽ ഭാസ്കരനെ തിരികെ ലഭിക്കാം. കുറച്ച് വെള്ളം കിട്ടും. വേണല്ലേ? എനിക്ക് തോന്നി. ആയിക്കോട്ടെ ആയിക്കോട്ടെ കൊണ്ടുവരാട്ടാ. പോട്ടെ പോട്ടെ. ഒരു ഡോക്ടർ വന്നിരിക്കുന്നു. ഇയാളെ മുഴുപ്പിലാന്താ ഞാൻ തോന്നുന്നു. പ്രശ്നമോ? നീയാണ് പ്രാഞ്ചി. അവന്റെ ദൃഷ്ടിയിൽ സംവിധായകൻ രാജമൗലി. നീ ആക്ഷൻ പറയാതെ അവൻ അമ്പയില്ല. പ്രാഞ്ചേട്ടാ, നരഹത്യ പാപണേട്ടാ. മകിഴ്മതി സാമ്രാജ്യത്തിന്റെ ക്ഷേമത്തിനു വേണ്ടി പൽവാൾ ദേവ, നിന്റെ ശിരസ് ഞാൻ തെറിപ്പിക്കും. ശിരസ് എന്ന് വെച്ചാ കർത്താവേ. പ്രാഞ്ചി, ചെല്ല്, പറയേ, ചെല്ല്. ബാഹു, ഞാനാണ് നിന്റെ സംവിധായകൻ. നിനക്കൊരു വേഷം തന്നത് ഞാനാ, അല്ലാതെ നീ ജനിച്ചപ്പോ മുതല് ബാഹുബലി അല്ല. പിന്നെ ഞാൻ ആരായിരുന്നു? നീ ജനിച്ചപ്പോ കുന്നോളം മാർക്കറ്റിലെ സുരേന്ദ്രന്റെ മകൻ ഭാസ്കരനായിരുന്നു. ഇത് വിശ്വസിക്കരുത് ദേവസേന. എനിക്കിത് വിശ്വസിക്കാതെ വേറെ നിവർത്തിയില്ല ബാഹു. കാലകേയനെ കൊന്ന കൈകളാണിത്. അവന്തികയെ പോലെ ഒരു നായികയാവാതെ രക്ഷയില്ല ദേവസേന. അമ്പൊന്ന് മാറ്റി പിടിക്കാൻ പറയും. ഭ്രാന്തൊക്കെ പിന്നെ മാറും. കണ്ണു പോയിണ്ടെങ്കിൽ ആരിന്റെ കണ്ണു വെക്കേണ്ടി വരും. ബാഹു, പൽവാൾ ദേവനെ വധിക്കാൻ നിനക്കാവുമോ? എന്താ സംശയം? ഈ മകിഴ്മതി സാമ്രാജ്യം മുഴുവൻ എന്റെ കൂടെയുണ്ട്. പക്ഷെ ബാഹു, അതിനു മുമ്പ് നിന്നെ കൊന്നുകളയാൻ വീണ്ടും കട്ടപ്പ വന്നാലോ? ആ കിഴവൻ എന്തിന്റെ സൂക്കിടാ? അയാൾ വന്നാൽ നിന്നെ വീണ്ടും ചതിച്ചുകൊല്ലും. അതെനിക്കറിയാലോ. അതിന്ന് എങ്ങനെ രക്ഷപ്പെടുക? അത് കട്ടപ്പയോട് ഞാൻ പറയാം. പക്ഷെ നീ ഈ ശരീരത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുമെന്ന് വാക്ക് പറയണം. ആദ്യം കട്ടപ്പ വരട്ടെ, എന്നിട്ട് പറയാം. കട്ടപ്പ!
വാങ്ങോ അമ്പുമ്പിലും വെള്ളപ്പിന് താടാ അല്ല കട്ടപ്പ കട്ടപ്പയ്ക്ക് താടാ ചതിയിൽ വന്ന് പിന്നിൽ നിന്ന് കുത്താമെന്ന് വ്യാമോഹിക്കേണ്ട. ഇത്തവണ പിന്നീന്നല്ല മുമ്പിൽ കുത്തണേ ശബി. ബാഹു, ഈ കിളവനാണ് നിന്റെ കളിക്കൂട്ടുകാരൻ. നിന്റെ കൈ വിറയ്ക്കുന്നത് ഞാൻ കാണുന്നു. സാറേ, ഇയാൾ എന്നെ കൊല്ലുന്നതിന് മുമ്പ് കട്ടുപറേ. ഇനിയും ചാവാൻ എനിക്ക് വയ്യ. കട്ടുപറഞ്ഞാ നീ ഈ ശരീരം വിട്ടു പോവോ? പോകാം. നീ കട്ടൊന്നും പറയണ്ടടാ, ഈ ശബീനെ ഞാൻ ഇപ്പൊ കുത്തിക്കൊല്ലും. കട്ടപ്പ, ഈ മകിഴ്മതി ഭരിക്കുന്ന ശിവകാമി ദേവി പറയുന്നു, കത്തി കാണിടാ. വിളിക്കമ്മേ. മഹേന്ദ്ര ബാഹുബലി. അയ്യോ, ദേ വീണു. സക്സസ് സക്സസ് സക്സസ്. ഭാസ്കര, നീ നിന്റെ ബോധ മനസ്സിലേക്ക് തിരിച്ചു വരുന്നു. Wake up, wake up, wake up. ഭാസ്കര, കണ്ണു തുറന്നു. ഭാസ്കര, നീ പാരാ? ഞാൻ ഭാസ്കര. എന്റെ കർത്താവേ. പ്രാഞ്ചേട്ടാ, ഇനി മുതൽ കടയിൽ പോവാനേ കാർ ഉപയോഗിക്കണ്ട. ആയിക്കോട്ടെ. ആ മാവിന്റെ മുകളിലത്തെ കൊമ്പ് ബലമായി വിളച്ച് നിങ്ങളെ തൊടുത്തു വിടുക. അപ്പോൾ നിങ്ങൾ കുന്നംകുളത്തങ്ങാടിയിൽ ലാൻഡ് ചെയ്യും. ആഹുന്റെ കർത്താവേ, ഇതിന് ഞാൻ എന്തൊട്ട് കട്ടാ പറയാ.